ഇന്ന് ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളടക്കം ഗ്രാമീണ മേഖലയിൽ പണിയെടുക്കുന്നവരും സർക്കാർ അർദ്ധ സർക്കാർ പൊതു സ്വകാര്യ മേഖല ജീവനക്കാരും 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പൊതുപണിമുടക്കിലേക്ക് കടന്നിരിക്കുകയാണ്. വിചിത്രമെന്ന് പറയട്ടെ, പണിമുടക്കിന് 4 ദിവസം മുന്നേ ഇന്ത്യ ലോകത്തെ 4ാമത്തെ ഏറ്റവും തുല്യതയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു പത്രക്കുറിപ്പിലൂടെയാണ് മോഡി സർക്കാർ ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ യാതൊരു പരിശോധനയും കൂടാതെ വലിയ പ്രാധാന്യത്തോടെയാണ് ആ വാർത്തയ്ക്ക് പ്രചാരം നൽകിയത്. തുടർന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരടക്കം വിവിധ കേന്ദ്രങ്ങൾ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ ആ വാർത്ത രാജ്യത്തെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുള്ള അസത്യങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും കൂമ്പാരം മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടു. തങ്ങളുടെ അവകാശവാദത്തിന് ആധാരമായി PIB ചൂണ്ടിക്കാണിക്കുന്നത് ലോകബാങ്കിന്റെ അത് സംബന്ധിച്ച ഒരു ലഘു വിവരണമാണ്. ഇന്ത്യയുടെ ഉപഭോഗാധിഷ്ഠിത ഗിനി സൂചിക അനുസരിച്ച് 2011-12 28.8 പോയിന്റിൽ നിന്നും 2022-23 ഇന്ത്യയുടെ നില 25.5 മെച്ചപ്പെട്ടതായി പറയുന്നു. എന്നാൽ ഈ കണക്കിന്റെ പരിമിതിയെ പറ്റി ബാങ്ക് അതേ വിവരണത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട്. സ്ഥിതിവിവര കണക്കുകളിൽ കൗശലം കാണിക്കുന്നതും ആധികാരികമായ കണ്ടെത്തലുകളെ പുച്ഛിച്ചു തള്ളുന്നതും മോഡി സർക്കാർ ഒരു കലയായി വികസിപ്പിച്ച് കുപ്രസിദ്ധി നേടിയിട്ടുള്ള കാര്യം രാജ്യത്തും ലോകത്തും അങ്ങാടിപ്പാട്ടാണല്ലോ. ഈ കണക്ക് ഇതര രാജ്യങ്ങളുടെ വരുമാനം സംബന്ധിച്ച തുല്യ അതുല്യതകളുമായി താരതമ്യം ചെയ്ത് ഇന്ത്യയുടെ റാങ്ക് ഉയർത്തിക്കാണിക്കുന്ന ചെപ്പിടി വിദ്യക്കാണ് PIB മുതിർന്നിരിക്കുന്നത്. ഇത് ജനങ്ങളെയും രാജ്യത്തെയും കബളിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ള മോഡി സർക്കാരിന്റെ മറ്റൊരു രാഷ്ട്രീയ നാടകമാണ്. ഉപഭോഗ അതുല്യത ഏതു രാജ്യത്തും വരുമാന അതുല്യതയേക്കാൾ പൊതുവിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് ഉപഭോഗ വരുമാന താരതമ്യത്തിന് മുതിർന്നിട്ടില്ല. അവിടെയാണ് കണക്കിൽ കാപട്യം കാണിക്കാൻ PIB മുതിർന്നിരിക്കുന്നത്. നീതിപൂർവമായ താരതമ്യമാകട്ടെ ഇന്ത്യയുടെ വരുമാന അതുല്യതയെ ഇതര രാജ്യങ്ങളുടേതുമായി തട്ടിച്ചു നോക്കലാവും. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപഭോഗത്തെ മറ്റു രാജ്യങ്ങളുടേതുമായി താരതമ്യം ചെയ്യലാവാം. ഇവ രണ്ടിനും ബാങ്ക് മുതിർന്നിട്ടില്ലെന്നിരിക്കെ ഇന്ത്യയുടെ ഉപഭോഗത്തിൽ ഉണ്ടായെന്ന് പറയുന്ന പുരോഗതിയെ ഇതര രാജ്യങ്ങളുടെ വരുമാനവുമായി താരതമ്യം ചെയ്തുള്ള കള്ളക്കളിക്കാണ് PIB മുതിർന്നിരിക്കുന്നത്. ലോകബാങ്ക് വിവരണത്തിൽ വിശദീകരിക്കും വിധം വരുമാന അതുല്യതയിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായുള്ള താരതമ്യത്തിൽ 61ാമതും 2019 216 രാജ്യങ്ങളുടെ പട്ടികയിൽ 176ാം സ്ഥാനത്തുമാണ്. 2009 ഈ പട്ടികയിൽ 115ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 16 വർഷങ്ങൾ കൊണ്ട് 61 സ്ഥാനങ്ങളാണ് പിന്തള്ളപ്പെട്ടത്. സമ്പത്തിന്റെ അതുല്യതയിൽ ഇന്ത്യ 2023 ലോകരാഷ്ട്രങ്ങളിൽ 75ാം സ്ഥാനത്താണെന്ന് ഗിനിയുടെ കണക്കുകൾ പറയുന്നു. മാത്രമല്ല PIB ഉയർത്തിക്കാട്ടുന്ന തുല്യതയ്ക്ക് ആധാരമായി അവർ നിരത്തുന്ന ഉപഭോഗ സൂചികയുടെ ഡാറ്റാ പരിമിതിയെ പറ്റി ലോകബാങ്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിക്കുന്ന അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർണയം ആധാരമാക്കുന്നത് 2011-12 ഉപഭോഗ വ്യയ പഠനത്തെയും 2022-23 കുടുംബ ഉപഭോഗ വ്യയ പഠനത്തെയുമാണ്. രണ്ട് പഠനങ്ങളിലും രീതിയിലും മറ്റുമുള്ള പ്രകടമായ അന്തരം താരതമ്യം തന്നെ അസാധ്യമാക്കുന്നതായി ബാങ്ക് ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധരും സ്ഥിതിവിവരശാസ്ത്ര നിപുണരും പങ്കുവയ്ക്കുന്ന ആശങ്കയുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകൃഷി സംഘടനയുടെ കണ്ടെത്തലുകളിലും ഇന്ത്യയുടെ ഉപഭോഗ അതുല്യത പരാമർശ വിധേയമാകുന്നുണ്ട്. അവരുടെ കണ്ടെത്തലിൽ 2019 185 ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102ാമതാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് 2009 രാജ്യം 82ാം സ്ഥാനത്തായിരുന്നു. ഈ വസ്തുതകളെല്ലാം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഉപഭോഗത്തിന്റെയും വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും മേഖലകളിൽ ഇന്ത്യയുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയായിരുന്നു എന്നു തന്നെയാണ്. ഏതു തരത്തിൽ പരിശോധിച്ചാലും PIBയും അവരുടെ യജമാനന്മാരും നിരത്തുന്ന കണക്കുകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. അവ കഴിഞ്ഞ ഒരു ദശകമായി മോഡി ഭരണകൂടവും അവരുടെ സ്തുതിപാഠകരും തുടർന്നു വരുന്ന നുണപ്രചരണത്തിന്റെയും കാപട്യത്തിന്റെയും ഏറ്റവും പുതിയ പതിപ്പ് മാത്രമാണ്. ദൗർഭാഗ്യവശാൽ പൊതുവിൽ സത്യസന്ധവും സ്വതന്ത്രവും നീതിപൂർണവുമായി പ്രവർത്തിക്കുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന മാധ്യമങ്ങൾ പോലും ആ ജനവഞ്ചനയുടെ ഭാഗമായി മാറുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യം തിരിച്ചറിയുകയും നിർഭയം അത് വിളിച്ചു പറയുകയും ചെയ്യാനുള്ള കരുത്ത് നഷ്ടമാകുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ അവസ്ഥയാണ്.